തൃശ്ശൂർ കുതിരാനിൽ ജനവാസ മേഖല വീണ്ടും കാട്ടാന ഇറങ്ങി എന്നുള്ള വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ കാട്ടാന ജനജീവിതം ബുദ്ധിമുട്ടാക്കുകയാണല്ലോ. ഈ കാട്ടാനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ദൗത്യം തുടരുകയാണ്. അതിനിടയിലാണ് കൊമ്പൻ ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. കുതിരാനിലെ പഴയ ക്ഷേത്രത്തിന് പഴയ റോഡിലെ ക്ഷേത്രത്തിന് സമീപം ഇറങ്ങിയ ആന ഇരുമ്പുപാലം വരെ വന്നു. അതിനുശേഷം ആന തിരിച്ച് ജനവാസ മേഖലയിലൂടെ തന്നെ ഈ കാട്ടിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാരടക്കം പറയുന്നത്. 1 മണിക്ക് ഇറങ്ങിയ ആന 3 മണിയോടുകൂടിയാണ് ഈ കയറിപ്പോകുന്നത്. വലിയ ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. ഈ ആനയെ മയക്കുവെടി വെക്കുന്നതിനടക്കം തീരുമാനമായതാണ്, അത്തരത്തിലൊരു ധാരണയായതാണ്. പക്ഷേ ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല. വയനാട്ടിൽ നിന്ന് 2 കുങ്കികളെ കൊണ്ടുവന്ന് ഈ ആന ഇറങ്ങിയതിന് പരിസരത്ത് കെട്ടിയിട്ടുണ്ട്. ഈ കുങ്കികളെ കൊണ്ട് റോന്തു ചുറ്റിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ആക്ഷനിലേക്ക് ഇതുവരെയും വനംവകുപ്പിന് കടക്കാൻ സാധിച്ചിട്ടില്ല. പകൽ സമയങ്ങളിൽ ഈ ആനയെ കണ്ടുകിട്ടാത്തതാണ് ഈ ദൗത്യം നടത്താൻ സാധിക്കാത്തതെന്നുള്ളതാണ് വനംവകുപ്പ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. പക്ഷേ പൊതുജനങ്ങളാകട്ടെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ ആനയെ മയക്കുപിടി വെച്ച് ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടിയാൽ മാത്രമേ തങ്ങളുടെ ആശങ്ക ഒഴിയുകയുള്ളൂ എന്നതാണ്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. സ്വാഭാവികമായും ഇന്നും ആന വരുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന സ്കേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.